BKF കലാസമിതിയുടെ 119ാമത് നാടകം ഒരു വർക്ക് ഫ്രം ഹോം അവാർഡ് ഉടൻ ആരംഭിക്കുന്നു. നിങ്ങളുടെ അകമഴിഞ്ഞ സഹകരണവും പ്രോത്സാഹനവും പ്രതീക്ഷിച്ചുകൊണ്ട് അടുത്ത ബെല്ലോടുകൂടി നാടകം നിങ്ങൾക്കായി കാഴ്ചവെക്കുന്നു. സമയം രാവിലെ 8 മണി. ലാപ്ടോപ്പിൽ ചറവാ ടൈപ്പ് ചെയ്യുന്ന ഈ ടെക്കിയുടെ പേരാണ് സുരേഷ്. പ്രൊജക്ടിങ്ങിലെ ഹീറോ ആണ് താനെന്നാണ് സുരേഷിന്റെ ഭാവം. ഇപ്പൊ എന്തോ ഒരു ചെറിയ സീൽ പ്രൊഡക്ഷൻ ഇഷ്യൂ ഫിക്സ് ചെയ്തിട്ട് താനെന്തോ ഭയങ്കര സംഭവമാണെന്ന് ഗ്രൂപ്പ് ചാറ്റിൽ തള്ളി മറിക്കുകയാണ് പുള്ളിക്കാരൻ. കിട്ടിയോ? രാവിലെ എഴുതിയിട്ട് കുളിച്ച് ജപിച്ച് സ്ഥിര പരിപാടി തുടങ്ങിയല്ലോ ഗെയിം കളി. രാവിലെ ഒരു ക്രിട്ടിക്കൽ പ്രൊഡക്ഷൻ ഇഷ്യൂ ആണ്. അത് ഫിക്സ് ചെയ്ത് എന്റെ ബ്രെയിൻ എല്ലാം ഓവറൈറ്റ് ആയിരിക്കുക. അപ്പൊ അത് ഫുൾ ഓഫ് ചെയ്യാൻ വേണ്ടി കുറച്ച് ഗെയിം തുടങ്ങുന്നേ ഉള്ളൂ. ഈ വെടിപൊട്ടിക്കുന്നതിന്റെ പകുതി ആത്മാർത്ഥത കോഡിങ്ങിൽ കാണിച്ചിരുന്നെങ്കിൽ അതെങ്കിലും ഇങ്ങനെ എടുത്ത് പൊട്ടത്തില്ലേ? ആ അതും ശരിയാ. ഇതെന്താ നീ ഈ വേഷത്തിൽ സ്കിറ്റ് വല്ലതും കളിക്കാൻ പോകുന്നു? ഒന്നുമില്ലടേ, ഇന്നൊരു ടി മീറ്റിംഗ് ഉണ്ട്, ഒരു വീഡിയോ കോള്, ഒന്ന് ഇംപ്രഷനൊക്കെ ചെയ്യിക്കട്ടെ ഒരു ചാടക്ക്. അല്ല വേറെ ഒന്നുമല്ല, ഞങ്ങളുടെ മാനേജർ ഉണ്ടല്ലോ, അത്യാവശ്യം എല്ലാവർക്കും ഫ്രീഡം ഒക്കെ കൊടുക്കുന്നുണ്ട്. ഈ കോട്ടിട്ട് വന്നിരിക്കുന്ന ടെക്കിയാണ് KP രൂപേഷ്. പണിയെടുക്കാൻ വല്ലാത്ത മടിയാണ് പുള്ളിക്കാരൻ. എന്തെങ്കിലും വർക്ക് തനിക്ക് അസൈൻ ചെയ്താൽ പുള്ളിക്ക് ടെൻഷൻ കൂടും. പിന്നെ ആ വർക്ക് ടീമിലെ വേറെ ആഴേലും തലയിലേക്കിട്ട് ആശ്വാസം തേടും. ഓഫീസ് ടൈമിൽ മനസ്സിൽ വെറുതെ തോന്നുന്നത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നതാണ് അദ്ദേഹത്തിന്റെ മറ്റൊരു ആശ്വാസം. അതിന്റെ പേരിൽ എത്ര ഗുരുവാനം വെച്ചാലും വീണ്ടും വീണ്ടും പോസ്റ്റിക്കൊണ്ടേയിരിക്കും. സുരേഷ, അരി കഴിയിട്ടോടെ ഉച്ചയ്ക്കോടെ ഞങ്ങളുടെ ഇന്ന് എന്റെ അല്ല ലവന്റെയാ. ഞാൻ സിക്കാം. എന്നിട്ട് കണ്ടിട്ട് കുഴപ്പമൊന്നും തോന്നുന്നില്ലല്ലോ. അപ്പൊ നമുക്ക് ഇന്ന് ലഞ്ചില്ലേ? ഒന്ന് സമാധാനപ്പെടുക. കുക്കർ ഓൾറെഡി പ്രോഗ്രാമിലാണ്. ഷാർപ്പ് 12 മണിക്ക് ചോറ് റെഡിയാവും. സിക്കാണെങ്കിൽ ഞങ്ങളെ കൂടെ സിക്കാക്കാതെ നിന്റെ റൂമിൽ പോയിരിക്കും. എന്ത് സിക്ക്? കുറെ സിക്ക് ലീവ് ബാലൻസ് ഉണ്ട്. എന്നാ പിന്നെ അത് വെറുതെ ലാപ്സ് ആയി പോവാതെ എഫിഷ്യന്റ് ആയി യൂട്ടിലൈസ് ചെയ്യാന്ന് വിചാരിച്ച് കുറെ സിനിമ OTTയിൽ റിലീസ് ആയിട്ടുണ്ട്. ഇന്ന് തന്നെ എല്ലാം കണ്ടു തീർക്കണം. ഇപ്പോ ഹെഡ്ഫോൺസും തലയിൽ വെച്ച് വന്നിരുന്നവനാണ് നികേഷ്. OTTയിൽ സിനിമ കാണും, പിന്നെ ട്രിപ്പിന് പോകലാണ് ഇവന്റെ മെയിൻ. എന്ത് വന്നാലും ലൈഫ് എൻജോയ് ചെയ്യണം എന്ന് നിർബന്ധമുള്ളവൻ. അങ്ങനെ സുരേഷും രൂപേഷും നികേഷും അവരുടെ വർക്ക് ഫ്രം ഹോം ലൈഫ് എൻജോയ് ചെയ്ത് പ്രൊഡക്റ്റീവായി മുന്നോട്ട് പോകുമ്പോഴാണ് അത് സംഭവിച്ചത്. നമ്മുടെ വേഗസ്റ്റർ രണ്ടുപേരും കൺഫേം അല്ലേ? പിന്നെ അല്ല, അതിനാര് ലീവ് എടുക്കുന്നത്? ഇടലൻ ഫ്ലൈറ്റ് ആൻഡ് ഹോട്ടൽ ഡീലല്ലേ നമുക്ക് കിട്ടിയിരിക്കുന്നത്. വർക്ക് ഫ്രം ഹോം അല്ലേ, വാഗസിൽ നൈറ്റ് ലൈഫ് അല്ലേ മെയിൻ. നമ്മൾ ആസ് യൂഷ്വൽ ഡേ ടൈമിൽ ഹോട്ടൽ റൂമിൽ നിന്നും വർക്ക് ചെയ്യുന്നു, നൈറ്റ് അടിച്ചു വിളിക്കുന്നു. പിന്നെ ഞാൻ കൺഫേം. ഗുഡ്. അയ്യോ ഞാന് അടുത്ത ആഴ്ച ഒരു ഓഫീസിൽ എന്റെ ടീമിലെ എല്ലാവർക്കും പോണം. ഒരു മിനിറ്റ്, സായിപ്പിനോട് ചോദിച്ചു നോക്കണം. ഇല്ല, എനിക്ക് മാത്രം. ടീമിലെ എല്ലാവർക്കും അത്യാവശ്യം ഫ്രീഡം തരുന്ന ആളാണ് നമ്മുടെ മാനേജർ. പിന്നെ എന്ത് പറ്റി? അറിയില്ലേ,
എന്നാൽ നിന്റെ അടുത്ത് മാത്രം എന്തായിരിക്കും ഇങ്ങനെ ചെയ്തിട്ടുണ്ടാവണം. നീ അങ്ങനെ FB ചീത്ത വിളിക്കാൻ ചെയ്യണം. ആ A team can only be as good as the boss എന്ന് പറഞ്ഞ് ഒരു ജോക്കറിന്റെ പടം വെച്ച് ഞാൻ ഇന്നലെ ഒരു പോസ്റ്റ് കണ്ടിരുന്നു ഫേസ്ബുക്കിൽ. തീരെയില്ല. നീ ഇതിനു മുമ്പ് അങ്ങനത്തെ പണി കൊടുത്തിട്ടുണ്ടല്ലോ പറയാമോ? അതിനിപ്പോ നീ ഇന്നലെ എപ്പോഴാ പോസ്റ്റ് ചെയ്തത്? ഇനിയപ്പോ വേറെ റീസൺ ഒന്നും നോക്കണ്ട, ഇത് തന്നെ കാര്യം. വർക്ക് ഫ്രം ഹോം അല്ലാതെ വർക്ക് ഫ്രം ഓഫീസ് ആയാൽ നമ്മുടെ കാര്യം കട്ട പോകാം. അടിച്ചുപൊളി എല്ലാം തീരും, അറിയാലോ. അങ്ങനെ നീ ഒന്ന് നേരിട്ട് കണ്ട് സോപ്പിട്ടാൽ നല്ല രക്ഷയുണ്ടോ? എന്നാൽ അങ്ങേർക്ക് ഒരു പണി കൊടുത്താലോ? കൊട്ടേഷൻ പണി. ചുമ്മാ തീരുമാനം മാറ്റിക്കാനുള്ള ടെക്നിക്കൊക്കെ അറിയുന്ന ഒരാളുണ്ട്. ബ്രണ്ണനും പൊണ്ണനും ഒന്നും അല്ല, ബ്രോ അണ്ണൻ. ആളൊരു സൈക്കോ ആണ്. ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ ഫോൺ നമ്പർ ഉണ്ട്, ഒന്ന് വിളിച്ചു നോക്കിയാൽ. എന്താ പറയാ ഷാലി? നമസ്കാരം ബ്രോണ്ണ, അണ്ണൻ്റെ ഒരു ഹെൽപ്പ് ഉണ്ടായിരുന്നു. എത്ര കിലോ വേണ്ടത്? സോറി, നിങ്ങൾ എവിടെ പറ, അഡ്രസ് പറ. നമ്മ നേരിട്ട് ഇൻപെർസൺ വന്ന് സെറ്റിലാക്കാം, അതാണ് നമ്മുടെ രീതി. ഓ ശരിയണ്ണ, അങ്ങനെയാവട്ടെ. നമ്മുടെ അഡ്രസ് 1010 വാക്ക്വേ ബ്ലൂമിംഗ്ടൺ. 10 വാക്ക്വേ ഓവറല്ല, അവിടെ കണ്ടേക്കാം. എന്തായി പുള്ളി വരുമോ? അണ്ണൻ വരും, എല്ലാം ശരിയാകും. ഇല്ലെങ്കിൽ അണ്ണൻ ശരിയാകും. നമ്മ ഇവിടെ വീടംസിരിങ്ങനെ ചില്ലടിച്ചിരിക്കുകയാണ്, അപ്പോഴല്ലേ നിങ്ങൾ വിളിക്കുന്നത്. പിന്നെ മറ്റൊരു ഇമ്പോർട്ടന്റ് കാര്യം, ബ്രോവണ് ഞാനല്ല, അയാൾ ചീഫ് ബോഡിഗാർഡ്. അയ്യേ ചമ്മി. വേറൊരു കാര്യം, അണ്ണൻ അല്പം ഈഗോയിസ്റ്റിക് ആണ്, പിന്നെ ഇച്ചിര എസെൻട്രിക്കും. അതുകൊണ്ട് നിങ്ങൾ നോക്കി കണ്ടുവെക്കാൻ വേണം. അണ്ണനെ നിങ്ങൾ ഒരിക്കലും അൺകംഫർട്ടബിൾ ആക്കാൻ പാടില്ല. ഇനി അങ്ങനെ അത് സംഭവിച്ചാൽ പിന്നെ പുള്ളിയെ തിരിച്ചെടുക്കില്ല. അത് നമ്മൾ സൂക്ഷിച്ചോളാം. ചേട്ടന്റെ പേര് പറഞ്ഞില്ലല്ലോ. I am Japan. R.A. Japan. Nice to meet you. No, just call me Japan. അപ്പൊ ഞാൻ അങ്ങനെ കൂട്ടി വരാം. പുള്ളി പുറത്ത് വണ്ടിയിലിരിക്കുക. നേരത്തെ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ. May I come? എല്ലാവരും ഹാപ്പി അല്ലേ? ഡ്രൈവർ എന്നെ എൻട്രി കൊള്ളാം. ബ്രോവണ്ണപ്പോ എടാ, നിനക്കിതൊന്നും അറിയത്തില്ലേ? ഇതാണ് ബ്രോ അണ്ണൻ. കണ്ടില്ലേ നല്ല അടിപൊളി ഫ്ലാഷ് ചെയ്ത്. ജപ്പാനെ സൂക്ഷിക്കാൻ പറ. പറഞ്ഞിട്ടുണ്ടെന്നാ എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ആയോ? Let's talk business. Let me introduce myself. Call me bro. പേര് പറയാ. റൂപേഷ് അമ്മ, സുരേഷ്, നികേഷ്. അപ്പോ ആർക്ക് വേണ്ടിയാ കൊട്ടേഷൻ? രൂപേഷിന് വേണ്ടിയാണ്. ജപ്പാനെ ശ്രദ്ധിക്കൂ,
നോട്ട് ചെയ്യൂ, മിസ്റ്റേക്ക് പാടില്ല. ശരിയെന്നാ എടാ മോനെ ഒരു പേരെന്താ പറ, ഹേലി ഹേലി. എൻ്റെ ബോസ് ഒരു ഇമെയിൽ അയച്ച് അടുത്ത ആഴ്ച ഒരു ഓഫീസിൽ പോകും. ഈ അത് പിന്നെ എല്ലാരും ഓഫീസ് പോയല്ലേ ജോലി ചെയ്യുന്നത്. ഇവിടെ എന്തുവാണ് ഇതാണ് വലിയ കാര്യം. ഇതിനാണോ നീയൊക്കെ കൊട്ടേഷൻ എന്ന് പറഞ്ഞ് ഇറങ്ങിയിരിക്കുന്നത്? അതങ്ങനെയല്ല അണ്ണാ, ഞാൻ പറയാം. ഇവനോട് മാത്രം പുള്ളി വർക്ക് ഫ്രം ഹോമിന് പറ്റില്ലെന്ന് പറഞ്ഞു. ബാക്കി ടീം മെമ്പേഴ്സ് എല്ലാവർക്കും വർക്ക് ഫ്രം ഹോം തന്നെ. ബോസ് അവനിട്ട് പണി കൊടുത്തത്. ഞാൻ മോനെ നികേഷ്, നിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു. നീ കാര്യങ്ങളെല്ലാം ക്ലിയറും കണ്ടുലൻസ് പറഞ്ഞു. മോനെ പരമേഷ്. പരമേഷ് അല്ല, രൂപേഷ്. യെസ് രൂപേഷ്. നിന്റെ ഈ ബോസ് നിനക്ക് സാലറി ഒക്കെ കറക്റ്റായിട്ട് തരണമല്ലോ അല്ലേ? സാലറി ഒക്കെ പക്ക കറക്റ്റാണ്. നോട്ട് ചെയ്യോ ജപ്പാനെ. അപ്പൊ നമുക്ക് കൊട്ടേഷൻക്ക് പേയ്മെന്റ് പ്രോംപ്റ്റ് ആയി കിട്ടും. അണ്ണാ, അണ്ണൻ എങ്ങനെ ഇത്ര വലിയ സംഭവമായത്? ജപ്പാനെ പറഞ്ഞു കൊടു. ഏതാണ് സൂപ്പർമാൻ? അല്ല, എന്നാ കേട്ടു. അണ്ണൻ കുട്ടിക്കാലത്ത് റോബിൻ ഹുഡിന്റെ വലിയൊരു ഫാനായിരുന്നു. ഈ റോബിൻ ഹുഡ് നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ അല്ലേ? പിന്നെ അറിയാമോ, റോബിൻഹുഡിൽ നമ്മളോടെ കാശ് കൊണ്ട് കളഞ്ഞതാണ്. ആ റോബിൻ ഹുഡ് അല്ല, ഈ പണ്ട് പാവങ്ങളെയൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ട് സഹായിച്ചത് നല്ല മനുഷ്യരുണ്ട്. നമ്മൾ ഈ കാര്യങ്ങളെ കൊച്ചുങ്ങളെ പോലെ അണ്ണൻ ആദ്യമായി പുള്ളിയുടെ വീട്ടിന്റെ അടുത്ത് താമസിച്ചിരുന്ന ഒരു ക്രൂരനായ മുതലാളിയുടെ 1,00,000 രൂപ കൊള്ളയിട്ടു. എന്നിട്ട് അതിൽ 99,000 രൂപയും പാവപ്പെട്ടവർക്ക് കൊടുത്തു അല്ലേ? അല്ല അവനെടുത്തു. ബാക്കി 1,000 രൂപ ആ ഗ്രാമത്തിലെ പാവപ്പെട്ട 100 പേർക്ക് വെച്ച് നൽകി. That was his beginning. ആ ബെസ്റ്റ് മോഷണം. ഇത് ക്രിമിനൽ ഒഫൻസ് അല്ലേ? Criminal. If you dare to say that once more, Anand will pull your bloody tongue. ഇത് നിങ്ങൾക്ക് ലാസ്റ്റ് വാർണിംഗ്. വെറുതെ ചൊറിയാൻ വരുന്നത്. അണ്ണാ, അവരൊരു സംശയം ചോദിച്ചാലേ അണ്ണനൊന്ന് ക്ഷമിച്ചേ. അണ്ണാ, ഈ കൊട്ടേഷൻ പണിക്കൊക്കെ പോകുമ്പോ അണ്ണൻ എന്തൊക്കെ ടൂൾസാ കൊണ്ടുപോവാ? തോക്കൊക്കെ ഉണ്ടാവും അല്ലേ? ഗൺ. നീ കൊള്ളാടോ മോനെ, ഇവന്മാർ പോലെ അല്ല. തൂ ഹമാരാ ബന്ദാ ഹൈ. എടാ, ഈ സ്റ്റേറ്റിലെ ഗുണ്ടകൾക്ക് ഗൺ സപ്ലൈ ചെയ്യുന്ന ആരാന്ന് അറിയുമ്പോ ഈ ബ്രോണ്. അത് വിട്, ഈ കൺട്രിയില് 50% ഗുണ്ടകൾക്ക് ഗൺ സപ്ലൈ ചെയ്യുന്ന ആരാന്ന് അറിയുമോ? ഈ ജപ്പാനെ ഇത് പറയുന്നു. പക്ഷേ ഈ അണ്ണാനെ മരം കയറ്റം പഠിപ്പിക്കാനാന്ന് എനിക്കറിയാമോ? അണ്ണാനെ മരം കീട്ടാൻ പഠിപ്പിച്ചത് ഈ ബ്രോ ഉണ്ട്. മുതലെ നീന്താൻ പഠിപ്പിച്ചത് ഈ ബ്രോ ഉണ്ട്. ഇനി നിങ്ങൾ രണ്ടുപേരുടെ തലമുണ്ടേ ഉണ്ടാക്കിയിട്ട് ഈ ബ്രോ ഉണ്ട്. ഞാൻ ഓർത്തു അണ്ണാനെ പൊട്ടാത്ത തോക്കിങ്ങനെ ഇപ്പൊ പൊട്ടി. ജപ്പാനെ നമുക്ക് പോകാം. നമുക്ക് ഈ കൊട്ടേഷൻ വേണ്ട. നിങ്ങളൊക്കെ നന്നായി വരും. ഞാൻ പറഞ്ഞതല്ലേ അങ്ങനെ വെറുതെ അൺകംഫർട്ടബിൾ ആക്കുന്നത് ഇപ്പൊ കഴിയും. അണ്ണാ, ഒരു ചാൻസ് കൂടി കൊടുക്കണ്ണ. അതൊന്നും ശരിയാക്കില്ല. മോനെ, അടുത്ത ആഴ്ച പ്യൂരിയുടെ ഈ പരിപാടി ഉണ്ട്. ഫ്രിഡ്ജിന്റെ താഴെ. നീ വരണം. ശ്രമിക്കാം. നീ മാത്രം. അങ്ങനെ വെറുതെ ചൊറിയാൻ പോയിട്ടല്ലേ. ഞാനും ജപ്പാൻ ചേട്ടനും അപ്പോഴേ പറഞ്ഞതല്ലേ വേണ്ടാന്ന്. ഒരു അണ്ണൻ അങ്ങനെ പോയത് നന്നായി. ഇല്ല ഞാൻ പിടിച്ചു കൊടുക്കണം. എന്തൊക്കെ വേളമായിരുന്നു. അണ്ണൻ വരും,
എല്ലാം ശരിയായി. അവന്റെ ഒരു ഊറ ഗെറ്റപ്പും ഒരു ഉണക്ക ഡാൻസും പൊട്ടാത്ത കണ്ണും കലക്കണ മൂടും പിന്നെ ഒരു രായത്തിൽ രൂപേഷേ, നീ കഴിഞ്ഞതെല്ലാം മറക്കുക. ഇതാ നമ്മുടെ ലാസ് വേഗസ് ബുക്കിംഗ് കൺഫർമേഷൻ. എന്തൊക്കെ പോണേ അവന്റെ ഒരു ലാസ് വേഗാസ് സംഭവമാണ്. രൂപേഷേ, നീ വിഷമിക്കാതെ, നമുക്ക് എല്ലാത്തിനും വഴിയുണ്ടാകാം. ഇവിടെ എനിക്കൊരു ഐഡിയ തോന്നുന്നു. നമ്മൾ ഈ ബ്രോഡനെ ഏൽപ്പിച്ച പണി നമുക്ക് തന്നെ എന്തുകൊണ്ട് ചെയ്തുകൂടാ? Are you guys in?